ഇത് എന്താണെന്ന് മനസ്സിലായോ? 2024 ഇതുപോലൊരു മഴക്കാലത്ത് ഒരു ദിവസം രാത്രി വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് ഒരുപാട് ദുരന്തമൊക്കെ ഉണ്ടായില്ലേ? അതേ ദിവസം തന്നെ രാത്രി നമ്മുടെ വീടിന്റെ പുറകിലും ഇതുപോലെ തന്നെ മണ്ണൊക്കെ ആകെ ഇടിഞ്ഞ് വീണ്, പക്ഷെ ഭാഗ്യത്തിന് ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. നമ്മുടെ വീടിനും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഒരു JCB വന്നിട്ട് ഈ മണ്ണ് മാന്തി എടുത്ത് മാറ്റി കളയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള മുറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും, അവിടെ കുറച്ച് നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞിട്ടുള്ള മുറ്റാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ കൂടെ ഒരു JCB ഒക്കെ വന്നിട്ട് ഈ മണ്ണ് മാന്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മണ്ണ് ഇപ്പോൾ 2026 ഇതുവരെ അത് അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആ ഒരു മണ്ണ് ഇടിഞ്ഞത് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ തോന്നി തുടങ്ങി അത് നമ്മുടെ ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് മേലേക്ക് കയറാനുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ഒരു ആലോചന വന്നിട്ട് അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പേൾ ഗ്രാസ് വെച്ചൊരു ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് ഒരു കുന്നുപോലെ ആക്കിയെടുത്താലോ എന്നൊരു ആലോചന ഇങ്ങനെ വന്നിട്ട് നമ്മളെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. അങ്ങനെ ഞങ്ങൾ ChatGPTയിൽ ആ ഒരു കാര്യം നമ്മളിങ്ങനെ ഷെയർ ചെയ്തപ്പോൾ നമുക്കൊരു ഇമേജ് തന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എക്സാക്ട്ലി അതേപോലെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അറിയൂല, എന്നാലും ഒരു പരിധി വരെയൊക്കെ നമ്മൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്ത് വരലുണ്ട്. ഫൈനലി ഏകദേശം ആ ഒരു ലുക്കിലൊക്കെ വരലുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാന്നുള്ള ഐഡിയയിൽ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണിത്. ഇപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 20 ദിവസമായിട്ടോ ഞങ്ങളിവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഈ കാണുന്നത് നമ്മൾ പണി തുടങ്ങി ഒരാഴ്ചക്ക് ശേഷമുള്ള വീഡിയോ ആണ്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഉറച്ച ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആഴത്തിൽ കുഴിച്ച് അവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഹോളോ ബ്രിക്സ് വെച്ച് ഇങ്ങനെ പടുത്ത് അതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ ഇട്ട് എന്താ പറയുക കോൺക്രീറ്റ് ഒക്കെ നിറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ചെയ്തത്. വേറെ ഒരു പണിക്കാരും ഇല്ല, ബാബു ഒറ്റക്കാണ് ചെയ്യണത്. പിന്നെ മോന് 7th സ്റ്റാൻഡേർഡിലാണ്. അവന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടും. അവന് ദിവസക്കൂലിയായിട്ട് ഒരു 40 രൂപ കൊടുക്കും. അപ്പോൾ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, അവന് കുറ്റിയിലിടാൻ വേണ്ടി ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടും കേട്ടോ. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ അവന് കൂടെ ഉണ്ടാവും. ഇത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഈ പണി നടക്കൂല. കാരണം എന്താ പറയുക, മഴ പെയ്യുമ്പോൾ ഈ കോൺക്രീറ്റ് ഇടലൊന്നും ശരിയാവില്ലല്ലോ. അപ്പോൾ അവർ ആ സമയത്ത് ആ പണി നിർത്തി വെച്ചിട്ട് കുളം ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങും. നമ്മളെ മുറ്റത്ത് പുറകുവശത്ത് ഒരു കുളം ഉണ്ടല്ലോ, അപ്പോൾ മഴക്കാലത്ത് പിന്നെ നമ്മൾ കുടിവെള്ളമായിട്ട് ആ വെള്ളം യൂസ് ചെയ്യും. അപ്പോൾ ഇത് മഴക്കാലത്തിന് മുന്നേ ഒരു വട്ടം ക്ലീൻ ആക്കിയതാണ്. പക്ഷെ ഒരു പ്രാവശ്യം കൂടെ ഒന്നും കൂടി ക്ലീൻ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം നല്ലോണം ഉറവ് വരാൻ തുടങ്ങിയപ്പം ഒന്നും കൂടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ പണിയൊന്നും നടക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം തന്നെ ചെയ്യാൻ കഴിയൂല. കാരണം ഇതൊക്കെ വേറൊരാൾ ഹെൽപ്പിനില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണോണ്ട് തന്നെ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പം അങ്ങനെ ആ പണി കൂടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ കുളത്തിൽ ഇറങ്ങിയിട്ട് ആ പണി കൊടുക്കും വാപ്പാൻ്റെ കൂടെ. എന്നിട്ട് പിന്നെ മഴ നിന്ന് കഴിഞ്ഞാൽ അവർ രണ്ടാളും കൂടെ കയറിയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ പണി ചെയ്യും. അങ്ങനെ കുറച്ചായിട്ട് ചെയ്യാം. ആക്ച്വലി ഉണ്ടല്ലോ, ആ ഒഴിച്ച് കളയുന്ന വെള്ളമൊക്കെ കണ്ടില്ലേ, അതായത് അതിൻ്റെ ഏറ്റവും അടിയിലെത്തിയിട്ട് കലങ്ങിയ വെള്ളമാണ്. അത് നല്ലോണം കലക്കിയിട്ട് ബക്കറ്റ് കൊണ്ട് കോരി കൊണ്ടുവന്ന് പുറത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. കുറേയൊക്കെ നമ്മൾ മോട്ടർ അടിച്ചിട്ടും കളയുന്നുണ്ട്. അല്ലാത്തത് അടിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ മോട്ടറിൻ്റെ ഉള്ളിൽ കൂടെ കയറാത്തതാണ് നമ്മളിങ്ങനെ കോരി കൊണ്ടുവന്നിട്ട് ക്ലീൻ ആക്കണത്. അങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ അടിയിലൊക്കെ പാറയാണ്. അപ്പോൾ പാറ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് കേട്ടോ ഉണ്ടാവാം. സൈഡിൽ കൂടെ ഒക്കെ നല്ലോണം ഉറവ് വരും. അപ്പോൾ ഈ വെള്ളം നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. ഈ ക്ലീനിങ് കഴിഞ്ഞ് ഇതിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഈ കുളത്തിലൊരു വലിയൊരു തവള ഉണ്ടായിരുന്നു കേട്ടോ. ആ തവളനെ അവർ പിടിച്ചു. ഇവനാണെങ്കിൽ ഒരു ജന്തുവിനെയും ഒരു പേടില്ലാത്ത സാധനമാണ്. റോട്ടിലൊക്കെ ഒറ്റക്ക് പോയിട്ട് ഞണ്ടിനൊക്കെ പിടിച്ചുകൊണ്ടിരും. അവിടുന്ന് ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ കുളമൊക്കെ നല്ല ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ മഴയൊക്കെ പെയ്ത് നല്ല ഉറവയൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ക്ലീനായിട്ടുള്ള വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. നിറഞ്ഞിട്ടില്ല, ഇനിയും മുകളിലേക്ക് വരും. പിന്നെ അതേപോലെ നമ്മൾ സ്റ്റെപ്സിൻ്റെ പണി കുറച്ചും കൂടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു 3-4 സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്സിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ പണിയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അവിടെ നട്ട് നല്ല അടിപൊളിയാക്കി പെബിൾസ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നമ്മൾ ഒരു വരമ്പ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ,
സിമെൻറ്റും ഉണ്ട്. ആ ഒരു കെട്ട് വരെ മാത്രമേ ഈ വെള്ളം നിറയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വെള്ളം നിറഞ്ഞ് പൊങ്ങി ഓവർഫ്ലോ ചെയ്ത് മുറ്റത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ണിന് അടിയിലൂടെ, മുറ്റത്തിൻ്റെ അടിയിലൂടെ നമ്മൾ കുഴിച്ചിട്ടൊരു പൈപ്പ് ഇങ്ങനെ റോഡ് സൈഡിൽ വെള്ളം ഒഴുകുന്ന ഓട ഉണ്ടല്ലോ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല വെള്ളമാണ്, ശുദ്ധജലമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് പൊയ്ക്കോളും എന്ന് വിചാരിച്ചിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ഒന്നും കൂടി ഒഴുക്കുള്ള വെള്ളമാകുമ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ ടാങ്ക് ഫുള്ള്, ഈ കുളം ഫുള്ള് ഇങ്ങനെ നിറഞ്ഞിട്ട് പുറത്തേക്ക് വരില്ല. ആ ഒരു ലെവൽ, പൈപ്പിൻ്റെ ലെവൽ വരെ അത് പൊങ്ങുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് പോകും. ഞാൻ ഈ ഗാർഡൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കണം എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ഡ്രീം ഹൗസ്, അങ്ങനെ കുറേ ഡ്രീംസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ സാഹചര്യം കറക്റ്റ് ആവട്ടെ, എല്ലാം റെഡിയായി വരട്ടെ, പൈസ പണിക്കാർക്ക് കൊടുക്കാൻ കൂലി ഉണ്ടാവട്ടെ, അതുണ്ടാവട്ടെ ഇതുണ്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഈ മണ്ണ് എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നും നടക്കില്ല. ഇതിങ്ങനെ ഇവിടെ വൃത്തികേടായി കിടക്കേണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച്, ഇന്നിപ്പോൾ ടെക്നോളജി ഒക്കെ ഉള്ള കാലത്ത് നമുക്ക് തന്നെ ഐഡിയാസിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ മൊബൈലും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് കിട്ടും. ഈ സ്റ്റെപ്പിൻ്റെ മേലെ ഇങ്ങനെ വരച്ചത് കണ്ട നിങ്ങൾ, അത് പപ്പടക്കോല് വെച്ച് ഇരുന്ന് വരക്കണതാണ് കേട്ടോ ബാബു. ഈ സിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങണതിന് മുന്നേ വരക്കണതാണ്. കാരണം ഇത് ഒന്ന് റഫായി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ അതിങ്ങനെ വഴിക്കിട്ട് നമ്മൾ വീണ് പോകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതിന് വരക്കണതാണ്. ഈ ഒരു പണി തുടങ്ങിയതിന് ശേഷം നമ്മുടെ അടുക്കള ഭാഗത്തുള്ള മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ടോ. നമ്മളിവിടെ നല്ല പേൾ ഗ്രാസ് ഒക്കെ നട്ട് ചെടികളൊക്കെ വെച്ച് മുളക് തൈകളൊക്കെ വെച്ചൊക്കെ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വൃത്തികേടായി ആകെ മെസ്സപ്പായി കിടക്കുകയാണ്. പുല്ലൊക്കെ കുറേ ഭാഗത്ത് സിമെൻറ്റ് തട്ടിയിട്ട്, നമ്മളിവിടെ വെച്ചിട്ടാണല്ലോ സിമെൻറ്റ് മിക്സ് ആക്കുന്നത്, കോൺക്രീറ്റ് മിക്സ് ആക്കുന്നതൊക്കെ കൈകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇട്ടിട്ട് കുഴക്കലും മിക്സാക്കലും എല്ലാം കൂടി ഈ രണ്ട് സൈഡിലുള്ള മുറ്റം ആകെ വൃത്തികേടായി കിടക്കുകയാണ്. പക്ഷേ ഇൻഷാ അല്ലാ നമ്മളത് നല്ല അടിപൊളി ഫൈനൽ ലുക്കിലേക്ക് തന്നെ കൊണ്ടുവരും ഇൻഷാ അല്ലാ. കാരണം ഈ വീട് എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാലോ. ഇത് അത്രയും കാട് പിടിച്ച് അങ്ങനെ കിടന്നൊരു സ്ഥലം ഞങ്ങൾ ഇതേപോലെ ഒരു ഗാർഡന് ആക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതും അതാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒന്നിനും ഒരു പെർഫെക്റ്റ് ടൈം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു വീടായിട്ടുണ്ടാവില്ല, ഈ ഒരു വീട്ടിൽ ഞങ്ങൾ താമസം തുടങ്ങിയിട്ടുണ്ടാവില്ല. ഞങ്ങളിപ്പോഴും എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക, അത് തുടങ്ങി കൊടുക്കുക. അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ അങ്ങനെ അങ്ങനെ പഠിച്ചവനും കൂടി കൂട്ട് നിന്ന് നമ്മൾ ഓരോ എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും. നേരെ മറിച്ച് നമ്മൾ തുടങ്ങാതെ പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ പൈസയൊക്കെ സ്വരുക്കൂട്ടി ഇങ്ങനെ ആവട്ടെ 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 എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ അതാവൂല. അതൊരു സൈഡിൽ കൂടെ നമ്മളെ കയ്യിൽ നിന്ന് ആ പൈസയൊക്കെ ചിലവായി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങ് തുടങ്ങുക, സീറോയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. ബാക്കിയൊക്കെ നമുക്ക് ടൈം എടുത്ത്, ചിലപ്പോൾ റെഡി ക്യാഷ് കൊണ്ട് ഒരാൾ ചെയ്യണതിൻ്റെ അത്രയും ഉഷാറായിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലല്ലേ അത് തീരുള്ളൂ. അപ്പോൾ തുടങ്ങുക എന്താണെങ്കിലും. ഞാൻ അടുക്കള ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൊരു റോസിൻ്റെ തൈയാണ് കേട്ടോ. ഈ തൈയിൽ ഞാൻ എന്താ ഉണങ്ങിയ ഇല നിൽക്കണമെന്ന് വിചാരിച്ച് തട്ടാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു ജീവി ഉണങ്ങിയ ഇലൻ്റെ അതേപോലത്തെ ഷേപ്പും അതിൻ്റെ കയ്യും കാലൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്തോ ഒരു ജീവി, നമ്മൾ പുൽച്ചാടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ, പക്ഷേ രണ്ട് കാലിൽ എണീറ്റ് നിൽക്കണോ നമ്മൾ നോക്കണമൊക്കെ ഉണ്ട്. ഞാൻ അതിനൊന്നും ചെയ്തില്ല, എന്നെ അവിടെ വിട്ടിട്ട് പോന്നു. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാനവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ കിഡ്സ് റൂമിൽ നിന്ന് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അടുക്കള ഭാഗത്ത് മുറ്റാണ് കേട്ടോ കാണാം. ഈ കുളവും മുറ്റും അവിടെ വെച്ചിട്ടുള്ള ചെടികളും നല്ല അടിപൊളി വിഷ്വലാണ് ഇവിടുന്ന് നോക്കിയാലുണ്ടാവുക. ഈ റൂം ഇപ്പോൾ മോളാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും അവളെ ബുക്സാണ് ഉണ്ടാവുക. അതിനിപ്പോൾ നമ്മൾ എത്ര ഷെൽഫിലേക്ക് എടുത്ത് വെച്ചാലും കാര്യമില്ല, അവൾക്ക് ഇതെല്ലാം കൂടെ തന്നെ വേണം. പുസ്തകങ്ങൾ നടുക്ക് കിടന്നുറങ്ങാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാലും അവൾ പറയും ഇത് എനിക്ക് ആവശ്യമുള്ള ബുക്സാണ്, ഇത് എനിക്ക് ആവശ്യമുള്ളതാണ്, അത് എനിക്ക് ആവശ്യമുള്ളതാണ്, ഒന്നും എടുത്തു വെക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ബേബി റൂമിലും മറ്റേ ബെഡിലും ഒക്കെ അവളിങ്ങനെ ബുക്സ് നിറയെ വെച്ചിട്ട് അത് വായിക്കലും അതിൻ്റെ കൂടെ തന്നെ ഉറങ്ങലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വിഷ്വൽ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഡയറക്റ്റ് നമ്മൾ ആ കുളവും അങ്ങനെയൊക്കെയാണ് കാണുക. അപ്പോൾ ഇവിടെ നിന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് നമ്മൾ ഗാർഡൻ സെറ്റായി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ പണി കണ്ടില്ലേ, സ്റ്റെപ്പ് ഇങ്ങനെ ഇവിടുന്ന് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ദിവസം കൊണ്ട് എടുത്ത ക്ലിപ്സ് ഒന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ പണീൻ്റെ ഇടയിൽ ഓരോ ദിവസം വന്നിട്ട് പണി എവിടെ എത്തിയെന്ന് ഞാനിങ്ങനെ കുറച്ച് എടുത്ത് വെക്കുന്നതാണ്.
ചെയ്തതാണ്. ഈ ഒരു ഗാർഡൻ മേക്ക് ഓവറിന്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ മുറ്റത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വരുന്നവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഈ ഒരു ഗാർഡൻ ആരാണ് സെറ്റ് ചെയ്ത് തന്നത്, ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ആരെക്കൊണ്ടാണ് ഇത് ചെയ്യിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, വീട്ടിലെല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ, കുറച്ച് സമയവും എഫേർട്ടും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ വേറെ ഒരാളുടെയും ഹെൽപ്പില്ലാതെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങും ഗാർഡൻ ഡിസൈനിങ് ഒക്കെ ഒന്ന് 3D പിക്ചർ ആക്കി തരാൻ വേണ്ടി ഡിസൈനേഴ്സിന് തന്നെ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടൂല. പക്ഷെ ഇപ്പോൾ ChatGPT, ജെമിനി പോലെയുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു പൈസ നമുക്ക് ലാഭിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ.